സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ വാട്ടർ ഓൺ എർത്ത് എന്ന 12ാമത്തെ യൂണിറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ യൂണിറ്റിലെ 2ാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു വെച്ച ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ സൈക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജലപരിവൃത്തി, വാട്ടർ സൈക്കിൾ. അതിനെ തുടർന്ന് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത് വാട്ടർ ബിലോ ദി ഗ്രൗണ്ട് എന്ന ഹെഡിങ് മുതലുള്ള കാര്യങ്ങളാണ്. വാട്ടർ ബിലോ ദി ഗ്രൗണ്ട്, അതായത് മണ്ണിനടിയിലെ ജലം എന്നർത്ഥം. വാട്ടർ ബിലോ ദി ഗ്രൗണ്ട്. അപ്പം നമുക്ക് നോക്കാം. റെയിൻ ഡ്രോപ്സ് പെർകൊലേറ്റ് ഇൻ ടു ദി ടൈനി പോർ സ്പേസസ് ഓഫ് ദി സോയിൽ ആൻഡ് ഗെറ്റ് കളക്റ്റഡ് ദർ. നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ മണ്ണിനടിയിലേക്ക് വെള്ളം എത്തുന്നത് എങ്ങനെയാണ്? മഴ പെയ്യുമ്പോഴാണ് വെള്ളം എത്തുന്നത് നമുക്കറിയാം. സോ റെയിൻ ഡ്രോപ്സ് പെർകൊലേറ്റ് ഇൻ ടു ദി ടൈനി പോർ സ്പേസസ് ഓഫ് ദി സോയിൽ. അതായത് മഴത്തുള്ളികൾ, മഴവെള്ളം ചെറിയ തുള്ളികളായിട്ട് പെർകൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കിനിഞ്ഞിറങ്ങുക അല്ലെങ്കിൽ ഊർന്നിറങ്ങുക എന്നൊക്കെയാണ്. പെർകൊലേറ്റ് ഇൻ ടു ദി ടൈനി പോർ സ്പേസസ് ഓഫ് ദി സോയിൽ. നമ്മുടെ മണ്ണിലെ ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെ മഴവെള്ളം അല്ലെങ്കിൽ മഴത്തുള്ളികൾ എന്ത് ചെയ്യുന്നു? ഭൂമിക്കടിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്നു. ആൻഡ് ഗെറ്റ് കളക്റ്റഡ് ദർ. എന്നിട്ടോ ഭൂമിക്കടിയിൽ ആ വെള്ളം അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു, ശേഖരിക്കപ്പെടുന്നു. There are numerous pore spaces in the soil. നമ്മുടെ മണ്ണിൽ എന്തുണ്ട്? ധാരാളം ചെറിയ ചെറിയ pore spaces, ചെറിയ ചെറിയ സുഷിരങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ മണ്ണിലുണ്ട്. Porosity is the term for the porous state. ഇങ്ങനെ ധാരാളം സുഷിരങ്ങളുള്ള ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് porosity. ഓക്കെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ സുഷിരിതാവസ്ഥ എന്ന് പറയാം. സുഷിരിതാവസ്ഥ അല്ലെങ്കിൽ porosity. സോ porosity is the term for the porous state. അതായത് സുഷിരങ്ങളുള്ള ഈ ഒരു അവസ്ഥയെ, ധാരാളം സുഷിരങ്ങളുള്ള ഈ ഒരു അവസ്ഥയെ നമ്മൾ ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് porosity. ഓക്കെ, മലയാളത്തിനേക്കാളും ഇംഗ്ലീഷാണ് സുഖം. മലയാളത്തിൽ എന്താ പറഞ്ഞത്? നമ്മൾ പിന്നെ സുഷിരിതാവസ്ഥ എന്നൊക്കെ പറയാം. സുഷിരിതാവസ്ഥ. അപ്പോൾ porosity. അപ്പം നമ്മുടെ സോയിൽ എന്നാണ് ഒരു പൊറസ് മെറ്റീരിയൽ ആണ് നമ്മുടെ സോയിൽ. നമ്മുടെ മണ്ണിൽ ധാരാളം ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങളുള്ള അവസ്ഥയെ നമ്മൾ porosity എന്ന് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ക്ലേ ഈസ് എൻ എക്സാമ്പിൾ ഫോർ പൊറസ് മെറ്റീരിയൽ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ക്ലേ. നമുക്ക് പരിചയമുള്ള കളിമണ്ണ്. ഈ കളിമണ്ണ് എന്തിന് ഉദാഹരണമാണ്? ക്ലേ ഈസ് എൻ എക്സാമ്പിൾ ഫോർ, ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ പൊറസ് മെറ്റീരിയൽ. അതായത് സുഷിരിതാവസ്ഥയുള്ള ഒരു വസ്തുവിന്, ഒരു പദാർത്ഥത്തിന് ഉദാഹരണമാണോ ഈ നമ്മുടെ കളിമണ്ണ് എന്ന് പറയുന്നത്. അതായത് ധാരാളം സുഷിരങ്ങൾ ഇതിലുണ്ട്, കളിമണ്ണിലുണ്ട് എന്നർത്ഥം. ഓക്കെ, സോ ക്ലേ ഈസ് എൻ എക്സാമ്പിൾ ഫോർ പൊറസ് മെറ്റീരിയൽ. അണ്ടർ നോർമൽ കണ്ടീഷൻസ്, ശ്രദ്ധിക്കുക, അണ്ടർ നോർമൽ കണ്ടീഷൻസ് ദീസ് പോർസ് വിൽ ബി ഫിൽഡ് വിത്ത് എയർ. അപ്പൊ മണ്ണിലുള്ള ഈ ചെറിയ ചെറിയ ന്യൂമറസ് പോർ സ്പേസസ്, അല്ലെ, അനേകായിരങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ സാധാരണഗതിയിൽ എങ്ങനെ ഉണ്ടാവുക? സാധാരണഗതിയിൽ ഈ സുഷിരങ്ങളിലൊക്കെ വായു നിറഞ്ഞിരിക്കും. ഓക്കെ, ഫിൽഡ് വിത്ത് എയർ, വായു നിറഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടാവുക. എന്നാൽ ദീസ് പോർസ് വിൽ ബി ഫിൽഡ് വിത്ത് വാട്ടർ വെൻ റെയിൻ ഒക്കേഴ്സ്. എന്നാൽ മഴ പെയ്തു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? മഴവെള്ളം ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഈ വായു നിറഞ്ഞ സ്ഥലത്തേക്കൊക്കെ എന്തെത്തുന്നു? അവിടേക്കൊക്കെ മഴവെള്ളം ഊർന്നിറങ്ങി ആ ചെറിയ ചെറിയ സുഷിരങ്ങളിൽ മുഴുവൻ വായുവിന് പകരം ജലം നിറയാൻ തുടങ്ങും, വെള്ളം നിറയാൻ തുടങ്ങും. These pores will be filled with water when rain occurs. ഓക്കെ, മഴയിലൂടെ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഭൂമിക്കടിയിലേക്ക് വെള്ളം എത്തുമ്പോൾ ഈ സുഷിരങ്ങളിലെല്ലാം എന്താവുന്നു? വെള്ളം നിറയുന്നു. സം റോക്സ് ആർ ഓൾസോ പോറസ്. ഈ മണ്ണ് പോലെ തന്നെ അല്ലെങ്കിൽ കളിമണ്ണ് പോലെ തന്നെ സം റോക്സ് ആർ ഓൾസോ പോറസ്. ചില കല്ലുകളും എന്താണ്? പൊറസ് ആണ്. അതായത് ധാരാളം സുഷിരങ്ങളുള്ള, ധാരാളം വെള്ളത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളുള്ള കല്ലുകളും ഉണ്ട്. സച്ച് റോക്സ് ക്യാൻ അബ്സോർബ് മോർ വാട്ടർ. ഇങ്ങനെ പൊറസ് ആയിട്ടുള്ള റോക്സ് എന്ത് ചെയ്യുന്നു? സച്ച് റോക്സ് ക്യാൻ അബ്സോർബ് മോർ വാട്ടർ. ഒരുപാട് വെള്ളത്തെ ഇങ്ങനെയുള്ള പിന്നെ കല്ലുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള കല്ലുകൾക്ക് ഒരുപാട് വെള്ളത്തെ അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ പിന്നെ കൺസ്ട്രക്ഷനൊക്കെ ഉപയോഗിക്കുന്ന, നമ്മുടെ വീടുണ്ടാക്കാൻ, കെട്ടിടങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെങ്കല്ല്. ആ ചെങ്കല്ലിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം മുഴുവൻ ആ കല്ലിനുള്ളിലേക്ക് അബ്സോർബ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കല്ല്, ആ കല്ല് എന്താണ്? അതൊരു പൊറസ് മെറ്റീരിയൽ ആണോ? ധാരാളം സുഷിരങ്ങളുള്ള
സുഷിരിതാവസ്ഥയുള്ള ഒരു കല്ലാണ് നമുക്ക് പറയാം. അതേസമയത്ത് നമ്മളൊരു കരിങ്കല്ലിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ഗ്രാനൈറ്റിൻ്റെ മുകളിലോ ഒരു കരിങ്കല്ലിൻ്റെ മുകളിലോ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമ്മൾ ചേമ്പിൻ്റെ ഇലൻ്റെ മുകളിലൊക്കെ ഒഴിച്ചതുപോലെ ആ വെള്ളം പുറത്തേക്ക് അങ്ങോട്ട് ഒഴുകി പോവുകയുള്ളൂ. എന്ത് ചെയ്യുന്നില്ല? അബ്സോർവ് ചെയ്യുന്നില്ല. കാരണം എന്താ? അതൊരു പൊറസ് മെറ്റീരിയൽ അല്ല. അപ്പോൾ സം റോക്സ് ആർ ഓൾസോ പോറസ്. ചില കല്ലുകളും നമ്മുടെ മണ്ണിനെ പോലെ കളിമണ്ണിനെ പോലെ എന്താണ്? പൊറസ് മെറ്റീരിയൽ ആണ്. ആൻഡ് സച്ച് റോക്സ് ക്യാൻ അബ്സോർബ് മോർ വാട്ടർ. അങ്ങനെയുള്ള കല്ലുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധാരാളം വെള്ളത്തെ അബ്സോർബ് ചെയ്യാനും പറ്റും. ബട്ട് water will be available only at places where the pores in the rocks are interconnected. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. പൊറോസിറ്റി നമ്മൾ പറഞ്ഞു, മണ്ണിലോ കല്ലിലോ ഒരു വസ്തുവിൽ ധാരാളം ടൈനി പോർ സ്പേസസ്, വളരെ ചെറിയ നേർത്ത സുഷിരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, അതൊരു പൊറസ് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ അങ്ങനെ ഒരു പൊറസ് മെറ്റീരിയൽ ആയതുകൊണ്ട് മാത്രം അവിടെ വെള്ളം എത്തില്ല, വെള്ളം കളക്ട് ചെയ്യപ്പെടില്ല. പിന്നെയോ water will be available only at places where the pores in the rocks are interconnected. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതായത് ഈ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ഈ സുഷിരങ്ങൾ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട കല്ലുകളിൽ അല്ലെങ്കിൽ ബന്ധിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് എന്തുണ്ടാവുക? ജലലഭ്യത ഉണ്ടാവുക. അതായത് മണ്ണിലുള്ള അല്ലെങ്കിൽ കല്ലിലുള്ള ഈ ചെറിയ ചെറിയ സുഷിരങ്ങൾ തമ്മിൽ എന്ത് വേണം? ഒരു ഇന്റർകണക്ഷൻ വേണം, ഇന്റർകണക്റ്റഡ് ആയിരിക്കണം. ഒരു ഹോളിൽ നിന്നും മറ്റൊരു ഹോളിലേക്ക് കണക്ഷൻ, അത് മറ്റൊരു ഹോളുമായി, അത് അടുത്ത ഹോളുമായി, അങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഹോൾസ് ആണ് ഉണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? വാട്ടർ അവൈലബിൾ ആവുള്ളൂ, ജലം അവിടെ ലഭ്യമാവുള്ളൂ. ദിസ് ഈസ് ഡ്യൂ ടു ദി ഫാക്ട് ദാറ്റ് വാട്ടർ ക്യാൻ മൂവ് ത്രൂ ദീസ് പോർസ്. ഓക്കെ, ഈ സുഷിരങ്ങളിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുക? ജലത്തിന് നീങ്ങാൻ കഴിയുക. അപ്പൊ ഈ സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്നത് കൊണ്ടാണ് അവിടെ വെള്ളം ഉണ്ടാവുന്നത്. ദിസ് ക്വാളിറ്റി ഓഫ് റോക്സ് ഈസ് നോൺ ആസ് പെർമിയബിലിറ്റി. ഇപ്പൊ കല്ലുകളുടെ അല്ലെങ്കിൽ മണ്ണിന്റെ ഈ ഒരു ക്വാളിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ ഒരു കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. ഓക്കെ, പെർമിയബിലിറ്റി അല്ലെങ്കിൽ പ്രവേശനീയത എന്ന് മലയാളത്തിൽ പറയാം. പ്രവേശനീയത. ഓക്കെ, പെർമിയബിലിറ്റി, പെർമിഷൻ കൊടുക്കുകയാണ്, വെള്ളത്തെ പാസ് ചെയ്ത് പോകാനുള്ള പെർമിഷൻ കൊടുക്കുക, അല്ലെ? സോ പെർമിയബിലിറ്റി. അപ്പൊ ശ്രദ്ധിക്കാൻ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പൊറോസിറ്റി എന്ന് പറയുന്നത് എന്താ? പൊറോസിറ്റി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ടേം ഫോർ ദി പൊറസ് സ്റ്റേറ്റ്. ധാരാളം ന്യൂമറസ് പോർ സ്പേസസ്, ധാരാളം ചെറിയ സുഷിരങ്ങളുള്ള അവസ്ഥയാണ് പൊറോസിറ്റി. എന്നാൽ പെർമിയബിലിറ്റിയോ? വാട്ടർ വിൽ ബി, ഇവിടെ മുതൽ പറഞ്ഞാൽ മതി. പെർമിയബിലിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വാട്ടർ വിൽ ബി അവൈലബിൾ ഓൺലി അറ്റ് പ്ലേസസ് വേർ ദി പോർസ് ഇൻ ദി റോക്സ് ആർ ഇന്റർകണക്റ്റഡ്. അതായത് സുഷിരങ്ങൾ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള, ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? വാട്ടർ വിൽ ബി അവൈലബിൾ, ജലലഭ്യത ഉണ്ടാവുകയുള്ളൂ. അതെന്തുകൊണ്ടാണ്? ദിസ് ഈസ് ഡ്യൂ ടു ദി ഫാക്ട് ദാറ്റ് വാട്ടർ ക്യാൻ മൂവ് ത്രൂ ദീസ് പോർസ്. ഇങ്ങനെയുള്ള സുഷിരങ്ങളിലൂടെ ജലത്തിന് പാസ് ചെയ്ത് പോകാൻ, നീങ്ങാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ വെള്ളം ഉണ്ടാവുന്നത്. ദിസ് ക്വാളിറ്റി ഓഫ് റോക്സ് ഈസ് നോൺ ആസ് പെർമിയബിലിറ്റി. അപ്പോൾ ശിലകളുടെ ഈ ഒരു സവിശേഷതയാണ്, ഈ ഒരു ഗുണവിശേഷമാണ് എന്ത്? പെർമിയബിലിറ്റി അല്ലെങ്കിൽ പ്രവേശനീയത എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇപ്പൊ നമുക്കറിയാം, അപ്പോൾ ഒരു ടേബിളിന്റെ മുകളിൽ, ഒരു തറയിൽ ഒരല്പം വെള്ളം ഉണ്ടെങ്കിൽ ഒരു സ്പോഞ്ച് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വെള്ളത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ആ വെള്ളം മുഴുവൻ ആ സ്പോഞ്ചിലേക്ക് വലിഞ്ഞു കയറും. ആ സ്പോഞ്ചിനുള്ളിലേക്ക് ആ വെള്ളം മുഴുവൻ വലിച്ചെടുക്കപ്പെടുന്നത് നമുക്കറിയാം. അതെന്തുകൊണ്ടാണ്? കാരണം ആ സ്പോഞ്ച് മുഴുവൻ എന്താണ്? ആ സ്പോഞ്ച് മുഴുവൻ ചെറിയ ചെറിയ ഹോൾസ് ആണ്. ഹോൾസ് ഉണ്ടെന്ന് മാത്രമല്ല, ഒരു ഹോള് അടുത്ത ഹോളുമായിട്ട് കണക്റ്റഡ് ആണ്, ആ ഹോള് വേറെ ഹോളുമായിട്ട് കണക്റ്റഡ്. അങ്ങനെ എല്ലാ ഹോൾസും പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് വളരെ പെട്ടെന്ന് അതിലൂടെ പാസ് ചെയ്ത് ആ ഒരു സ്പോഞ്ച് നിറയെ എല്ലാ ഭാഗത്തും വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, അതാണെന്ത് ഈ പറയുന്ന പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസ് തമ്മിൽ, ചെറിയ ചെറിയ ഈ ടൈനി പോർ സ്പേസസ് തമ്മിൽ എന്ത് വേണം? ചെറിയ ചെറിയ ഇന്റർ കണക്ഷൻ വേണം. ആ ഒരു ഇന്റർ കണക്ഷൻ, ആ ഒരു സിസ്റ്റമാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ പോറസ് മെറ്റീരിയൽസ് need not have permeability. എല്ലാ പൊറസ് മെറ്റീരിയൽസിനും ഈ പെർമിയബിലിറ്റി എന്ന് പറയുന്ന കഴിവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അതായത് ധാരാളം സുഷിരങ്ങൾ ഉണ്ടാവാം, പക്ഷേ ആ സുഷിരങ്ങളൊക്കെ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിരിക്കണമെന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു പൊറസ് മെറ്റീരിയലിന് ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് എന്താ? ക്ലേ ഈസ് എൻ എക്സാമ്പിൾ ഫോർ പൊറസ് മെറ്റീരിയൽ. കളിമണ്ണ് എന്തിനുള്ള ഉദാഹരണമാണ്? ഒരു പൊറസ് മെറ്റീരിയൽ ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? കളിമണ്ണ്.
ഓക്കെ, അതായത് സുഷിരിതാവസ്ഥയുള്ള ഒരു പദാർത്ഥം, അതാണ് ഒരു പൊറസ് മെറ്റീരിയലിന്റെ മലയാളം. അപ്പോൾ കളിമണ്ണ്, ക്ലേ ഈസ് എൻ എക്സാമ്പിൾ ഫോർ പൊറസ് മെറ്റീരിയൽ. ധാരാളം സുഷിരങ്ങളുള്ള ഒരു വസ്തുവാണ് ക്ലേ. അപ്പൊ പൊറസ് മെറ്റീരിയൽ ആണ്, പക്ഷേ അവിടെ എന്തില്ല? പെർമിയബിലിറ്റി ഇല്ല. ഓക്കെ, നോക്കാം. ഫോർ എക്സാമ്പിൾ, ക്ലേ ഹാസ് ഹൈ പൊറോസിറ്റി ബട്ട് ലോ പെർമിയബിലിറ്റി. കളിമണ്ണിന് ധാരാളം എന്തുണ്ട്? പൊറോസിറ്റി ഉണ്ട്, ധാരാളം സുഷിരങ്ങൾ കളിമണ്ണിലുണ്ട്. ബട്ട് ലോ പെർമിയബിലിറ്റി, പക്ഷെ എന്ത് കുറവാണ്? പ്രവേശനീയത കുറവാണ്, പെർമിയബിലിറ്റി കുറവാണ്, വെള്ളം കടത്തിവിടാനുള്ള കഴിവ് കുറവാണ്. കാരണം ഈ ക്ലേയിലുള്ള, കളിമണ്ണിലുള്ള സുഷിരങ്ങൾ തമ്മിൽ ഇന്റർ കണക്റ്റഡ് അല്ല. പല സ്ഥലത്തും വളരെ ചെറിയ രൂപത്തിൽ മാത്രമേ അവിടെ ഇന്റർ കണക്ഷൻ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്ലേ എന്ന് പറയുന്നത് എന്താണ്? ഹൈ പൊറോസിറ്റി ആണെങ്കിലും ലോ പെർമിയബിലിറ്റി ആണ് ക്ലേക്കുള്ളത്, കളിമണ്ണിനുള്ളത് എന്ന് മനസ്സിലാക്കാം. സോ ദിസ് മീൻസ് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് പെർമിറ്റ് വാട്ടർ ടു പാസ് ത്രൂ. അപ്പോൾ ക്ലേ എന്ത് ചെയ്യുന്നില്ല? വെള്ളത്തെ പാസ് ചെയ്ത് പോവാൻ അനുവദിക്കുന്നില്ല. കാരണം എന്തില്ല? ഈ ക്ലേയിൽ എന്തുണ്ട്? നമ്മൾ പറഞ്ഞു ഹോൾസ് ഉണ്ട് അല്ലേ? ധാരാളം പൊറോസിറ്റി ഉണ്ട്, ധാരാളം ഹോൾസ് ഉണ്ട്. പക്ഷേ ആ ഹോൾസ് തമ്മിൽ ഇന്റർ കണക്റ്റഡ് അല്ല. പോഴ്സ് തമ്മിൽ, സുഷിരങ്ങൾ തമ്മിൽ ഇന്റർ കണക്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ നോട്ട് പെർമിറ്റ് വാട്ടർ ടു പാസ് ത്രൂ. വെള്ളത്തെ കടന്നു പോവാൻ അത് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ വെള്ളത്തിന് ഈസി ആയിട്ട് കടന്നു പോവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പെർമിയബിലിറ്റി കുറവാണ്. Now you might have understood the reason for the accumulation of water in paddy fields. Okay, അതായത് മഴക്കാലങ്ങളിൽ അത്യാവശ്യം ഒരു നല്ല മഴ പെയ്താൽ തന്നെ, മഴക്കാലങ്ങളിൽ നിന്ന് വേണ്ട, വേനൽക്കാലത്താണെങ്കിലും അത്യാവശ്യം നല്ലൊരു മഴ പെയ്താൽ നമുക്കറിയാം നമ്മുടെ പറമ്പിലെ വെള്ളമൊക്കെ എന്താവും? നമ്മുടെ പറമ്പിലുള്ള വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ പിന്നെ ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങിപ്പോകും. എന്നാൽ നെൽവയലുകളിലൊക്കെയുള്ള, അങ്ങനെയുള്ള പാടങ്ങളിലുള്ള വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നത് കാണാം. ഓക്കെ, കുറച്ച് ദിവസത്തേക്ക് അവിടെ തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനുള്ള കാരണം കൂടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താ കാരണം? ക്ലേ ഹാസ് ലെസ് പെർമിയബിലിറ്റി. കളിമണ്ണിന് പെർമിയബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ് ദി റീസൺ ഫോർ ദി അക്യുമുലേഷൻ ഓഫ് വാട്ടർ ഇൻ പാഡി ഫീൽഡ്. നെൽവയലുകളിൽ മഴക്കാലത്തൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കളിമണ്ണിന് ധാരാളം പോഴ്സ്, ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടെങ്കിലും ആ സുഷിരങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് വെള്ളം പെട്ടെന്ന് തന്നെ ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി പോകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാഡി ഫീൽഡ്സിൽ ധാരാളം അക്യുമുലേഷൻ ഓഫ് വാട്ടർ, വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. അപ്പൊ രണ്ട് കൺസെപ്റ്റ് ആണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കിയത്. ഒന്ന് പൊറോസിറ്റി, അതേപോലെ എക്സാമ്പിളും നോക്കി, മറ്റൊന്ന് പെർമിയബിലിറ്റി. ഓക്കെ, അടുത്ത പാരഗ്രാഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു എക്സ്ട്രാ റീഡിങ്ങിന്റെ ഒരു ബോക്സ് കാണാം. എക്സാമിന് ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ നമുക്കതൊന്ന് വായിച്ചിട്ട് അടുത്ത പേജിലേക്ക് പോവാം. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? At some places, hot water flows out from the interior of the earth to form springs. അതായത് ചില പ്രദേശങ്ങളിൽ ഭൂമിക്കുള്ളിൽ നിന്ന് ചൂടുള്ള വെള്ളം ഉപരിതലത്തിലേക്ക് ഒഴുകി വരാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഭൂമിക്കുള്ളിൽ നിന്ന് നല്ല ചൂടുള്ള വെള്ളം ചില പ്രദേശങ്ങളിലൊക്കെ ഭൂമിന്റെ പുറത്തേക്ക് വരാറുണ്ട്. They are called hot springs. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഹോട്ട് സ്പ്രിങ്സ്, അതായത് ചൂട് നീരുറവ എന്ന് പറയും. സ്പ്രിങ്സ് നമുക്കറിയാം, അപ്പൊ അത് ഹോട്ട് സ്പ്രിങ്സ്, ചൂടുള്ള നീരുറവ, ചൂട് നീരുറവ. സച്ച് സ്പ്രിങ്സ് ആർ കോമൺ ടു ഹിമാലയൻ വാലീസ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഹിമാലയത്തിന്റെ താഴ്വരകളിൽ ഇങ്ങനെയുള്ള ധാരാളം ഹോട്ട് സ്പ്രിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, places where fresh water is available in the desert are called oases. അതായത് മരുഭൂമികൾ, നമുക്കറിയാം വെള്ളം വളരെ കുറവുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഇത് ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മരുഭൂമികളിലും ജലലഭ്യതയുള്ള ചില പ്രദേശങ്ങൾ ഉണ്ടാവും. അവിടെ നല്ല പച്ചപ്പൊക്കെയുള്ള ചില പ്രദേശങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള പച്ചപ്പുകളെ നമ്മൾ മരുപ്പച്ചകൾ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒയാസിസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മരുപ്പച്ച അല്ലെങ്കിൽ ഒയാസിസ്. സെറ്റിൽമെന്റ്സ് ഇൻ ദി ഡെസേർട്ട് ആർ സെന്റേർഡ് അറൌണ്ട് ദി ഒയാസിസ്. ഇങ്ങനെയുള്ള ഒയാസിസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരുപ്പച്ചകളെ ആശ്രയിച്ചാണ്, കേന്ദ്രീകരിച്ചിട്ടാണ് മരുഭൂമികളിലെ ചെറിയ ജനവാസ കേന്ദ്രങ്ങളൊക്കെ പിന്നെ നിലകൊള്ളുന്നത് എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണല്ലോ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ റീഡിംഗ് ഇവിടെ കൊടുത്തു എന്ന് മാത്രം. എനിവേ, അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ പോവാണ്. നേച്ചർ ഹാസ് അറേഞ്ച്മെന്റ്സ് ടു സ്റ്റോർ റെയിൻ വാട്ടർ ഫോർ റെയിൻലെസ് പീരിയഡ്സ്. എല്ലാ കാലത്തും എന്തില്ല? എല്ലാ കാലത്തും മഴയില്ല, നമുക്കറിയാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിക്ക് ചില അറേഞ്ച്മെന്റ്സ്, ചില നാച്ചുറൽ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. നേച്ചർ ഹാസ് അറേഞ്ച്മെന്റ്സ് ടു സ്റ്റോർ റെയിൻ വാട്ടർ ഫോർ റെയിൻലെസ് പീരീഡ്. അതായത് പിന്നെ മഴക്കാലങ്ങളിൽ പെയ്യുന്ന മഴ, അല്ലേ, മഴക്കാലങ്ങളിൽ പെയ്യുന്ന ആ ഒരു മഴവെള്ളം അത് മഴയില്ലാത്ത കാലത്തേക്കും സംഭരിച്ചു വെക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ്സും അറേഞ്ച്മെന്റ്സും ഒക്കെ നമ്മുടെ പ്രകൃതിക്ക് ഉണ്ട്. പ്രകൃതി തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഭൂമിയിൽ പെയ്തിറങ്ങുന്ന, മഴക്കാലത്ത് പെയ്തിറങ്ങുന്ന ഈ ഒരു മഴവെള്ളത്തെ മഴയില്ലാത്ത കാലങ്ങളിലേക്ക് സംഭരിച്ചു വെക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ പ്രകൃതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് water scarcity will be the result if we disrupt the chances of water to percolate into the ground. Okay, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ വാട്ടർ സ്കേഴ്സിറ്റി പലപ്പോഴും ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പറഞ്ഞു നമ്മൾ, മഴക്കാലം, എല്ലാ കാലത്തും മഴക്കാലമില്ല, പക്ഷെ എന്നാലും മഴക്കാലത്ത് പെയ്യുന്ന ആ ഒരു വെള്ളത്തെ മഴയില്ലാത്ത കാലത്തേക്കും ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ, അറേഞ്ച്മെന്റ്സ് നമ്മുടെ പ്രകൃതി തന്നെ ചെയ്തു വെക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും നമുക്ക് വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം നമ്മൾ തന്നെയാണ്. അപ്പൊ ആ സെന്റൻസ് ഒന്നും കൂടി വായിക്കാം. വാട്ടർ സ്കേഴ്സിറ്റി വിൽ ബി ദി റിസൾട്ട് ഇഫ് വി ഡിസ്റപ്റ്റ് ദി ചാൻസസ് ഓഫ് വാട്ടർ ടു പെർകൊലേറ്റ് ഇൻ ടു ദി ഗ്രൗണ്ട്. ഓക്കെ, അതായത് ഈ മഴവെള്ളത്തെ മണ്ണിനടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അവസരം, അല്ലെങ്കിൽ മഴവെള്ളത്തെ മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങാനുള്ള അവസരം നമ്മൾ തടസ്സപ്പെടുത്തിയാൽ വേനൽക്കാലത്ത് തീർച്ചയായിട്ടും എന്തുണ്ടാവും? വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവും, ജലദൗർലഭ്യം ഉണ്ടാവും. അപ്പൊ ഭൂമിക്കടിയിലേക്ക് വെള്ളം ഇറങ്ങിച്ചെല്ലാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ അനുവദിക്കണം. അതായത് വയലുകളൊക്കെ മണ്ണിട്ട് നികത്താൻ പാടില്ല. ഓക്കെ, കുളങ്ങളൊക്കെ നികത്താൻ പാടില്ല, തണ്ണീർത്തടങ്ങളൊക്കെ നികത്താൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവില്ല. So you might have noticed that when pits are made for wells and other purposes, the soil moisture increases with the depth. ഇപ്പൊ നമ്മളൊരു കുഴി കുഴിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കിണറുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളൊരു കുഴി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആഴം കൂടുന്തോറും എന്ത് സംഭവിക്കും? ആഴം കൂടുന്തോറും പിന്നെ ദി സോയിൽ മോയ്സ്ചർ, മണ്ണിന്റെ ഈർപ്പം ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദി സോയിൽ മോയ്സ്ചർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ആഴം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? മണ്ണിന്റെ ആ ഒരു ജലാംശം, മണ്ണിന്റെ ഒരു ഈർപ്പം, ആ ഒരു നനവ് കൂടി വരുന്നത് നമുക്ക് കാണാം. വാട്ട് ഇഫ് വി ഇൻക്രീസ് ദി ഡെപ്ത് ഫർദർ? ആഴം നമ്മൾ പിന്നെയും കൂട്ടുകയാണെങ്കിലോ? പിന്നെയും കൂട്ടിയാൽ നമുക്ക് വെള്ളം കാണാൻ പറ്റും, അതല്ലേ ഉണ്ടാവുക. സോ വാട്ടർ ഫിൽഡ് ഇൻ പോഴ്സ് ഓഫ് ദി റോക്ക് fills up the pit through percolation. അതായത് നമ്മളിങ്ങനെ കുഴിച്ച് പോകുമ്പോൾ ഈ ഒരു സോയിൽ മോയ്സ്ചർ ഇൻക്രീസ് ചെയ്ത് വന്ന് വീണ്ടും നമ്മൾ കുഴിച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ടർ ഫിൽഡ് ഇൻ ദി പോഴ്സ് ഓഫ് ദി റോക്ക് ഫിൽസ് അപ്പ് ദി പിറ്റ് ത്രൂ പെർകൊലേഷൻ. അതായത് ആ ഭാഗത്ത് നമ്മൾ കുഴിച്ച് താഴെ എത്തുമ്പോൾ ആ ഭാഗത്തുള്ള മണ്ണിലും ശിലകളിലൊക്കെയുള്ള ചെറിയ പോഴ്സിൽ, സുഷിരങ്ങളിൽ ധാരാളം എന്തുണ്ടാവും? ജലം നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ ജലമൊക്കെ കിനിഞ്ഞിറങ്ങി ഈ കുഴിയിലേക്ക് നിറയുന്നു. അങ്ങനെയാണ് ശരിക്കും ഈ കിണറുണ്ടാവുന്നത്. ഓക്കെ, സോ വാട്ടർ ഫിൽഡ് ഇൻ ദി പോഴ്സ് ഓഫ് ദി റോക്ക്, അതായത് നമ്മൾ കുഴിച്ച് ചെല്ലുന്ന ആ താഴ്ഭാഗത്തുള്ള കല്ലിലും മണ്ണിലൊക്കെയുള്ള പോഴ്സ്, സുഷിരങ്ങളിൽ ധാരാളം വാട്ടർ ഫിൽഡ് ആയി കിടക്കുന്നുണ്ട്. വെള്ളം എന്തായി കിടക്കുന്നുണ്ട്? വെള്ളം സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട്. ആ വെള്ളം മുഴുവൻ എന്ത് ചെയ്യുന്നു? ഫിൽസ് അപ്പ് ദി പിറ്റ് ത്രൂ പെർകൊലേഷൻ. നമ്മൾ കുഴിച്ച ആ കുഴിയിലേക്ക് ഊർന്നിറങ്ങി ആ കുഴിയിൽ വെള്ളം നിറയുന്നു. The abundance of water is because of the fact that all the pores in this zone is filled with water. Okay. എന്താ പറയുന്നത്? ഈ ഭാഗത്തുള്ള എല്ലാ സുഷിരങ്ങളും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് പിന്നെ എന്തുണ്ടാവുന്നത്? ചില പ്രദേശങ്ങളിൽ നമ്മൾ കുഴിക്കുമ്പോൾ അതിൽ ധാരാളം വെള്ളം ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കിണർ കുഴിക്കുമ്പോൾ താഴോട്ടായിട്ട് നമ്മൾ കുഴിച്ച് പോയി മണ്ണിന് നനവുള്ള ഭാഗത്ത് നമ്മൾ വീണ്ടും കുഴിച്ചു പോകുമ്പോൾ പിന്നീട് വശങ്ങളിലൊക്കെ വെള്ളം അതിലേക്ക് ഊർന്നിറങ്ങി അവിടെ ധാരാളം വെള്ളം നിറയാനുള്ള കാരണം ആ ഭാഗത്ത് എന്തുണ്ട്? ധാരാളം വാട്ടർ കളക്ഷൻ ഉണ്ട്. പൊറോസിറ്റി കൂടുതലായിരിക്കാം, പെർമിയബിലിറ്റി കൂടുതലായിരിക്കാം. അതുകൊണ്ട് തന്നെ വാട്ടർ കളക്ഷൻ ധാരാളം ഉണ്ടാവും, ധാരാളം വെള്ളം അവിടെ സ്റ്റോർഡ് ആയിരിക്കും. അപ്പൊ ആ വെള്ളം ധാരാളം അവിടെ ഉള്ളത് കൊണ്ടാണ് ആ കിണറിലേക്ക്, ആ കുഴിയിലേക്ക് ധാരാളം വെള്ളം എത്തുന്നത്. The abundance of water is because of the fact that all the pores in this zone is filled with water. ഈ ഭാഗത്തുള്ള എല്ലാ സുഷിരങ്ങളും, all the pores in this zone is filled with water. ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ധാരാളം വെള്ളം ആ കുഴിയിലേക്ക് എത്തുന്നത്.
The surface of the water-rich part beneath the ground is known as water table. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടേമാണ് വാട്ടർ ടേബിൾ എന്ന് പറയുന്ന ഒരു ടേം. ഈ ഒരു ടേം ഓക്കെ, വാട്ടർ ടേബിൾ, ജലപീഠം എന്ന് മലയാളത്തിൽ പറയാം, വാട്ടർ ടേബിൾ. അപ്പൊ എന്താ വാട്ടർ ടേബിൾ? The surface of the water-rich part beneath the ground is known as water table. The surface of the water-rich part beneath the ground is known as water table. അതായത് ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായിട്ടുള്ള ഭാഗത്തിന്റെ ടോപ്പ് ലെവലാണ്, മുകൾ പരപ്പാണ് എന്ത്? വാട്ടർ ടേബിൾ അല്ലെങ്കിൽ ജലപീഠം എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയുടെ ഉപരിതലം, അവിടെ നമ്മൾ കുഴിച്ച് താഴോട്ട് പോയിട്ട് നമ്മൾ വെള്ളം കണ്ടു തുടങ്ങുന്ന ഒരു ഭാഗം ഉണ്ടാവും, അല്ലെങ്കിൽ വെള്ളം ഒരു കുഴിയിലേക്ക് വെള്ളം നിറഞ്ഞ് ആ വെള്ളത്തിന്റെ ഉപരിതലം ഉണ്ടല്ലോ, ഏറ്റവും ടോപ്പ് ഭാഗം, അതാണ് എന്ത്? വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദി സർഫസ് ഓഫ് ദി വാട്ടർ റിച്ച് പാർട്ട് ബിനീത്ത് ദി ഗ്രൗണ്ട് ഈസ് നോൺ ആസ് വാട്ടർ ടേബിൾ. നമ്മുടെ ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ ആ ഒരു ടോപ്പ് ലെവൽ, മുകൾ പരപ്പാണ് ജലപീഠം, വാട്ടർ ടേബിൾ എന്നറിയപ്പെടുന്നത്. ദി വാട്ടർ സ്റ്റോർഡ് ബിനീത്ത് ദി ഗ്രൗണ്ട് ഈസ് ദ അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഇങ്ങനെ ഭൂമിക്കടിയിൽ ശേഖരിക്കപ്പെടുന്ന വെള്ളത്തെ മൊത്തത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്നും വിളിക്കാം. ഓക്കെ, ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെടുന്ന ജലം ഭൂഗർഭജലം, അണ്ടർഗ്രൗണ്ട് വാട്ടർ. ആ അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ടോപ്പ് ലെവലാണ്, ഓക്കെ, അതിന്റെ ടോപ്പ് ലെവലാണ് എന്ത്? വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ്, വാട്ടർ ടേബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഈ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പിന്നെ ഈ ഇൻഫിൽട്രേഷൻ, മഴ പെയ്യുന്ന സമയത്ത് ഭൂമിക്കടിയിലേക്ക് വെള്ളം ഇറങ്ങിച്ചെന്ന് ഭൂമിക്കടിയിൽ പിന്നെ കല്ലുകളിലും മണ്ണിലൊക്കെ ആയിട്ട് ധാരാളം വെള്ളം നിറഞ്ഞു നിൽക്കും. അപ്പൊ ഇവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്ത് കല്ലും മണ്ണും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇത്രയും ഭാഗം. അപ്പോൾ അവിടെ നമ്മൾ കുഴിച്ച് പോയി താഴെ എത്തി നമ്മൾ വെള്ളം കാണുമ്പോൾ ആ വെള്ളത്തിന്റെ ടോപ്പ് ലെവലാണിത്. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ഫുൾ എന്താണ്? ഈ വരച്ച വരയുടെ താഴോട്ട് മുഴുവനായിട്ട് വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിന്റെ ടോപ്പ് ലെവലാണ് വാട്ടർ ടേബിൾ എന്നറിയപ്പെടുന്നത്. അഥവാ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ഈ ഒരു ഭാഗം, ഓക്കെ, ഈ കാണുന്ന മുഴുവൻ വെള്ളത്തിൻ്റെയും ഏറ്റവും ടോപ്പ് ലെവല്, അതിന്റെ ടോപ്പ് ഭാഗം, അതിന്റെ ഉപരിതലമാണ് എന്ത്? വാട്ടർ ടേബിൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഏതാ? എന്താ? ഓക്കെ, ഈ ഭാഗം അല്ലെ, ഈ ഭാഗം ഇങ്ങനെ കാണുന്ന ഈ ഒരു ഭാഗം, ഓക്കെ, ധാരാളം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗത്തിന്റെ പിന്നെ ഉപരിതലമാണ് എന്ത്? വാട്ടർ ടേബിൾ എന്നറിയപ്പെടുന്നത്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായിട്ടുള്ള ഭാഗത്തിന്റെ ആ ഒരു ടോപ്പ് ലെവൽ, മുകൾ പരപ്പാണ് വാട്ടർ ടേബിൾ എന്നറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഭൂമിക്കടിയിലുള്ള മൊത്തം വെള്ളത്തെ നമുക്ക് എന്ത് വിളിക്കാം? അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലം എന്നും വിളിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ബോക്സും കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് പിന്നെ കൺക്ലൂഡ് ചെയ്യാം. എന്താണ് അക്യൂഫറുകൾ എന്ന് അവിടെ കാണാം? അക്യൂഫേഴ്സ് അഥവാ അക്യൂഫറുകൾ. വാട്ടർ ദാറ്റ് പെർക്കുലേറ്റ്സ് ത്രൂ ദി ടോപ്പ് സോയിൽ will be collected in the pore spaces of the soil and gaps in the rocks. Such storage spaces are called aquifers. The water which we draw from wells is from such sources. അതായത് നമ്മുടെ പിന്നെ മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും അതേപോലെ തന്നെ പാറയിടുക്കുകളിലൊക്കെ സംഭരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ സംഭരിക്കപ്പെടുന്ന ഈ നീരറകളാണ് അക്യൂഫറുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ മേൽമണ്ണിൽ മഴ പെയ്യുമ്പോൾ നമ്മളൊക്കെ ചവിട്ടി നിൽക്കുന്ന മേൽമണ്ണിൽ നിന്നും ഉള്ളിലേക്ക് ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങുന്ന വെള്ളം മണ്ണിലെ സുഷിരങ്ങളിലും അതേപോലെ തന്നെ കല്ലിലൊക്കെയുള്ള അല്ലെങ്കിൽ പാറന്റെ ഒക്കെ മുകളിലുള്ള പാറയിടുക്കുകളിലൊക്കെ സംഭരിക്കപ്പെടുന്നുണ്ട്. അവിടെ നീരറകളായിട്ട് സംഭരിക്കപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്യൂഫറുകൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് എക്സാമിന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, ഇവിടെ കണ്ടതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വായിച്ചു എന്ന് മാത്രം. എനിവേ, ഒരു ചെറിയ ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്, അതും കൂടി പറഞ്ഞിട്ട് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. The water table rises during rainy season and lowers during summer. Why is it so? അതായത് നമ്മൾ പറഞ്ഞല്ലോ വാട്ടർ ടേബിൾ. ഈ വാട്ടർ ടേബിൾ എന്ത് ചെയ്യുന്നുണ്ട്? മഴക്കാലങ്ങളിൽ ഈ വാട്ടർ ടേബിൾ എന്ത് ചെയ്യുന്നു? മഴക്കാലങ്ങളിൽ
ഈ വാട്ടർ ടേബിൾ ഉയരുന്നുണ്ട്, റൈസ് ചെയ്യുന്നുണ്ട്, ഉയരുന്നുണ്ട്. അതേസമയത്ത് പിന്നെ ലോവേഴ്സ് ഡ്യൂറിങ് സമ്മർ, അതായത് വേനൽക്കാലത്ത് ഈ വാട്ടർ ടേബിൾ താഴോട്ടും പോകുന്നുണ്ട്. ഓക്കെ, മഴക്കാലത്ത് വാട്ടർ ടേബിൾ മുകളിലോട്ട് പോകുന്നു, വേനൽക്കാലത്ത് വാട്ടർ ടേബിൾ താഴോട്ട് പോകുന്നു. അതിനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. പിന്നെ അല്ലെങ്കിൽ ഉത്തരം വളരെ എളുപ്പമുള്ള ഒരു ഉത്തരം തന്നെയാണ്. നമുക്ക് അതിന്റെ ആൻസർ പറയുകയാണെങ്കിൽ ചോദ്യം ഒന്നുകൂടി നോക്കാം. ദി വാട്ടർ ടേബിൾ റൈസസ് ഡ്യൂറിങ് റെയിനി സീസൺ ആൻഡ് ലോവേഴ്സ് ഡ്യൂറിങ് സമ്മർ. വൈ ഈസ് ഇറ്റ് സോ? അപ്പൊ ആൻസർ പറയുകയാണെങ്കിൽ ഡ്യൂറിങ് റെയിനി സീസൺ, മഴക്കാലത്ത് എന്താ സംഭവിക്കുന്നത്? ഡ്യൂറിങ് റെയിനി സീസൺ മോർ വാട്ടർ പെർകൊലേറ്റ് ഇൻ ടു ദി എർത്ത്. നമുക്കറിയുന്ന കാര്യമാണ്. അതായത് മഴക്കാലത്ത് എന്ത് ചെയ്യുന്നു? ധാരാളം വെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങുന്നുണ്ട്. സോ ഡ്യൂറിങ് റെയിനി സീസൺ more water percolate into the soil, so water collect, or so water table rises. Okay, accordingly the water table rise. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഈ വാട്ടർ ടേബിൾ റൈസ് ചെയ്യുന്നു. ഓക്കെ, ഡ്യൂറിങ് റെയിനി സീസൺ മോർ വാട്ടർ പെർകൊലേറ്റ് ഇൻ ടു ദി സോയിൽ, സോ വാട്ടർ കളക്ട് ഇൻ, നേരത്തെ പറഞ്ഞ അക്വിഫേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മൾ പറഞ്ഞു എക്സ്ട്രാ റീഡിംഗ് എന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള അക്വിഫേഴ്സ്, അവിടെ ധാരാളം വെള്ളം എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യപ്പെടുന്നു. സോ മോർ വാട്ടർ കളക്ട്സ് ഇൻ അക്വിഫേഴ്സ്, സോ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ റൈസ് ഇൻ വാട്ടർ ടേബിൾ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യുന്നുണ്ട്? ലോവേഴ്സ് ഡ്യൂറിങ് സമ്മർ സീസണിൽ കുറയുന്നുണ്ട്, വാട്ടർ ടേബിൾ താഴോട്ട് പോകുന്നുണ്ട്. അതിനുള്ള കാരണം എന്താ? ബട്ട് ഇൻ സമ്മർ there will be less percolation. Okay, there will be less percolation. ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വാട്ടർ ടേബിൾ അത് താഴോട്ട് പോകുന്നു. ലോവറിങ് ഡ്യൂറിങ് സമ്മർ സീസൺ. ഓക്കെ, സമ്മർ സീസണിൽ അതിന്റെ അളവ് താഴോട്ടും പോകുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ ഒന്നുകൂടി കൃത്യമായിട്ട് പറയാം. ദി വാട്ടർ ടേബിൾ റൈസസ് ഡ്യൂറിങ് റെയിനി സീസൺ ആൻഡ് ലോവേഴ്സ് ഡ്യൂറിങ് സമ്മർ. വൈ ഈസ് ഇറ്റ് സോ? ആൻസർ പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളാം. ഡ്യൂറിങ് റെയിനി സീസൺ മോർ വാട്ടർ പെർകൊലേറ്റ് ഇൻ ടു ദി സോയിൽ, സോ വാട്ടർ കളക്ട് ഇൻ അക്വിഫയേഴ്സ് that resulted in the rise in water table. But in summer, there will be less percolation of water into the soil. That's why the water table lowers during summer season. Okay, so hope you got the answer. തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ കാണാം മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് വെൽസ്, പലതരത്തിലുള്ള കിണറുകൾ എന്നൊരു ഹെഡിങ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഏതായാലും ഇന്ന് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു.